എൻ്റെ പേര് ടി ഒ മത്തായി തെളിയാൻ. ഞാൻ മൂക്കന്നൂർ പഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പറാണ്. ഈ റോഡ് മൂക്കന്നൂർ പുല്ല റോഡിൽ നിന്നും ശ്രീഭദ്ര റോഡ് വഴി കിടങ്ങൂർ റോഡിലേക്ക് പോകുന്ന റോഡാണിത്. മെയിൻ റോഡാണ്. ഒത്തിരി ഗതാഗത മൂക്കന്നൂരിൽ നിന്ന് അങ്കമാലിക്ക് ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ ഈ റോഡ് കഴിഞ്ഞ 2 വർഷമായിട്ട് വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഏറ്റവും കൂടുതൽ ഡ്രഗും അതുപോലെ തന്നെ മദ്യവും കഴിച്ച് ഇവിടെ വളരെ പ്രശ്നാധീഷ്ഠമായ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ ടൺ കണക്കിന് വന്ന് തള്ളിയിരിക്കുക. നമുക്കറിയാം, ഈ ബാക്കിൽ കാണുന്ന പ്രദേശങ്ങളെല്ലാം മാലിന്യം തള്ളിയ ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാനും ഈ തുറവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ മെമ്പർ പുഷ്പ രാജേഷ് തമ്മിൽ ഞങ്ങളുടെ ഇവിടെ വേസ്റ്റ് മാലിന്യങ്ങൾ നീക്കി ഒരു കുഴി കുഴിച്ച് അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പദ്ധതി രൂപപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ രാത്രി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ട്രക്കിൽ ഫുൾ മാലിന്യം ഈ ടാറിട്ട റോട്ടിൽ ഇന്നലെ രാത്രി തള്ളുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ജനങ്ങളെല്ലാം വളരെ ഇളകി വളരെ പ്രസിദ്ധാധീഷ്ഠമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അധികാരികളോട് അഭ്യർത്ഥിക്കുക. ഇത് ഏത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്? ഇത് തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. ഇത് മൂക്കന്നൂർ പഞ്ചായത്തും തുറവൂർ പഞ്ചായത്തിന്റെ ഒരു ബോർഡറാണ് ഈ സ്ഥലം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ പ്രസ്തുത വാർഡിന്റെ മെമ്പർ കൂടിയായ പുഷ്പ രാജേഷ് മേഡത്തിന് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ മെമ്പറായി വന്നതിന് ശേഷം എൻ്റെ ശ്രദ്ധയിൽ ജനങ്ങൾ ഇത് പെടുത്തിയതനുസരിച്ച് ഒറ്റ ട്രിപ്പിന് തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു കാര്യത്തിനല്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലത്തെ വേസ്റ്റ് ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ തൊട്ടിപ്പുറത്തെ മൂക്കന്നൂർ പഞ്ചായത്തിലെ പട്ടായി മെമ്പറുമായി സംസാരിച്ച് അതിന് ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഈ ഒരു ഇത് ചെയ്തേക്കണത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതിന് എന്ത് നിയമ നടപടികളാണോ സ്വീകരിക്കേണ്ടത് അത് അധികാരികളോട് ആവശ്യപ്പെട്ട് സ്വീകരിക്കുക തന്നെ വേണം. ഒരിക്കലും ഇത് അംഗീകരിച്ച് കൊടുക്കാവുന്ന ഒരു കാര്യമല്ല. ഇവിടെ രാത്രിയുടെ മറവിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ വേസ്റ്റ് തള്ളുന്നത് നമുക്ക് കണ്ടെത്താൻ തുടങ്ങി നമ്മൾ പലരും നാട്ടുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽ ഇവിടുത്തെ ഗ്രാമസഭാ അംഗങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഇതിന് വേണ്ട തീരുമാനം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഇപ്പോൾ ഉടനെ വരും. പ്രസിഡന്റ് ഇതിന് ഉചിതമായ തീരുമാനം ഈ 2 പഞ്ചായത്തും കൂടി എടുത്ത് ഇവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനും ഉടനെ ഇപ്പോൾ ഇവിടെ നിലവിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് മെമ്പർമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ 2 പേരും കൂടി ഇന്ന് തന്നെ ഇത് ഒന്ന് മാറ്റാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യാം. മറ്റുള്ള നടപടികൾ വീണ്ടും വലിച്ചെറിയാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് പഞ്ചായത്തിന്റെ അധികാരികളുടെ ഇത് കൂടി വന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ വരും. ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇപ്പൊ ഉടനെ എത്തും. ഏകദേശം 13ഓളം വർഷം മുമ്പ് തുടങ്ങിയിട്ട് ഞാൻ ഈ പഞ്ചായത്തുമായിട്ട് കയറി ഇറങ്ങി ഈ വിഷയമായിട്ട് നടക്കുന്നതാണ്. ശരിയായ രീതിയിലുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അതിന് ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്തിട്ടില്ല. അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഇങ്ങനെയാണ്: ഈ ഇറങ്ങുന്ന റോഡിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ബോർഡ് ഇല്ല, പോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ രേഖാമൂലം ഒരു അപേക്ഷ എഴുതി ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത് അക്ഷയ മുഖേനയാണ് ഇനി നൽകേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ അക്ഷയ മുഖേന ഞാൻ ആധാർ കാർഡ് കൊടുത്ത് ചെയ്തു. അതിന് പിന്നെ 2-ാം ദിവസം അവരിവിടെ വരികയും അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. അവസാനം ഞാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത് ഇതാണ്: ഈ ഇത്രയും ഏരിയ ലൈൻ വലിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് തരണം, ക്യാമറ ഞാൻ സ്ഥാപിച്ചോളാം എന്ന് വരെ അവകാശപ്പെട്ടു. അവർക്കാർക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പഞ്ചായത്തിന് അങ്ങനെ ഒരു ഫണ്ടില്ല, അതിൻ്റെ പേരിൽ ഇനി ഒന്നും നടക്കില്ല. അതിന് നിങ്ങൾ വാർഡ് മെമ്പറുമായിട്ട് സംസാരിച്ച് വാർഡ് മെമ്പറിൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ ആ വാർഡ് മെമ്പറായിരിക്കും ഇതിനകത്തുനിന്ന് തീരുമാനമെടുക്കുക എന്നാണ് അവർ നൽകിയത്. ഇങ്ങനതിനിടയിൽ ഒരു മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മൊബൈലിലൂടെ കുറച്ച് ഈ വേസ്റ്റിൻ്റെ ഫോട്ടോകളൊക്കെ പ്രചരിപ്പിക്കാൻ ഇട വന്നു. അങ്ങനെ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത്രയും അധികം ഇതിനെ കാണാൻ ഇട വന്നത്. ഓക്കെ ചേട്ടാ, ഈ സ്ഥലങ്ങളൊക്കെ ആരുടെയാണ്? ഇവിടുന്ന് ആ പാലത്തിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ സൈഡ് ആ നിൽക്കുന്ന അതിൽ വരെ ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ ചേട്ടനെ ചെമ്പരന്റെയാണ്. നിങ്ങളുടെ കുടുംബസ്വത്താണ്. നിങ്ങളുടെ കുടുംബസ്വത്തിലാണ് ഈ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്.